നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. വിതരണം 2 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. അത് പ്രത്യേകം പെൻഷൻ വാങ്ങുന്നവർ വീട്ടിലുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം. ഒരുമിച്ച് 4000 രൂപ എത്തിച്ചേരുകയല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൂടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതായത് പെൻഷൻ വിതരണം 2 ഗഡുക്കളാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈസ്റ്റർ വിഷു ഒക്കെ പ്രമാണിച്ചാണ് ഒരു ഗഡു കൂടി നേരത്തെ നൽകുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഏപ്രിൽ മാസം ലഭിക്കേണ്ട സഹായം 31-ാം തീയതിക്ക് ശേഷം വിതരണം ആരംഭിക്കും. 31-ാം തീയതിയോടെ തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഏപ്രിൽ മാസം അവസാനം മറ്റു പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. ഏപ്രിൽ ലഭിക്കേണ്ട വിഹിതമാണ് മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നത്. അതായത് ഈ ആഴ്ചയിൽ ബുധനാഴ്ച മാർച്ച് മാസത്തെ ധനസഹായമാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും അടുത്ത ആഴ്ചയോടെ ആയിരിക്കും 2-ാം ഗഡുവിൻ്റെ വിതരണം നടക്കുക. ബുധനാഴ്ച മുതൽ മാർച്ച് മാസത്തെ പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. കൈകളിലേക്ക് 1-2 ദിവസം കൂടി താമസിച്ച് ചിലപ്പോൾ എത്തിച്ചേരുകയുള്ളൂ. ഇനി അത് മാത്രമല്ല, 2-ാം ഗഡു കൂടി ലഭിച്ച ശേഷം മാത്രമേ ഒരുപക്ഷെ കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുകയും ചെയ്യുകയുള്ളൂ. അത് ഓരോ ബാങ്കുകളുടെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ വിതരണം എളുപ്പത്തിൽ ഒരുമിച്ചാണെങ്കിൽ ഒറ്റ പ്രാവശ്യം പോയാൽ മതി ഉദ്യോഗസ്ഥർക്ക്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനു വേണ്ടി പരിഗണിക്കും. അതുകൊണ്ട് തന്നെ 2-ാം ഗഡു കൂടി ലഭിച്ച ശേഷമായിരിക്കാം ഒരുപക്ഷെ ചില മേഖലകളിലേക്ക് ഈ പെൻഷൻ തുക എത്തിച്ചേരുക. 4000 ഒരുമിച്ച് അപ്പോൾ ലഭിക്കും. എന്നാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഉദ്യോഗസ്ഥർ DBT സംവിധാനം എനേബിൾ ചെയ്താണ് വിതരണം നടത്തുക. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും തുക എത്തിച്ചേരും. ആദ്യ ഗഡുവായിട്ടുള്ള 2000 ലഭിച്ച് പിന്നീട് ഒരു 3-4 ദിവസത്തെ കാത്തിരിപ്പ് പിന്നീടുണ്ട് അടുത്ത ഗഡുവിന് വേണ്ടി. അപ്പോൾ ആ രീതിയിലായിരിക്കും നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇനി പെൻഷൻ വാങ്ങുന്നവരിൽ 2000 രൂപ മുഴുവനുമായിട്ട് ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം അത് 26 ലക്ഷത്തിന് അടുത്ത് വരും. ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന 8.5 ലക്ഷത്തോളം ഗുണഭോക്താക്കളുണ്ട്. 2000 രൂപയിൽ 200, 300, 500 എന്നിങ്ങനെ ആനുകൂല്യം വാങ്ങുന്നവരാണ് ഈ രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ. അപ്പോൾ അവർക്ക് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ തുക വിനിയോഗിച്ച കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണവും നടക്കുന്നതാണ്. ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക. നമ്മളുടെ ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒക്കെ എനേബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ഇനി മറ്റ് രേഖകളോ മറ്റൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർത്തീകരിച്ചതാണ്. കഴിഞ്ഞ മാസം ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും അതേ രീതിയിൽ തന്നെ ഇപ്രാവശ്യവും സഹായത്തിന് അർഹതയുണ്ടായിരിക്കും. അപ്പോൾ ആദ്യഘട്ട വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. 2-ാം ഘട്ട വിതരണം ആരംഭിക്കുന്ന സമയത്തും കൃത്യമായിട്ട് ഈ രീതിയിൽ അറിയിപ്പ് നൽകുന്നതാണ്. ആദ്യഘട്ടത്തിലെ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കും. ബുധനാഴ്ച തന്നെ വൈകുന്നേരത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുക. ബുധനാഴ്ച തുക വിതരണം ആരംഭിച്ചുവെങ്കിൽ പോലും എല്ലാവർക്കും അന്ന് തന്നെ എത്തിച്ചേരണമെന്നില്ല. 1-2 ദിവസം കൂടി വൈകിയൊക്കെ അക്കൗണ്ടിലേക്ക് ചിലപ്പോൾ തുക കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ പോലും 2 ആഴ്ചക്കുള്ളിൽ 4000 രൂപയോളം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ, അതായത് ഇതിന് പബ്ലിസിറ്റി പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിതരണ സമയത്ത് പോലും കൃത്യമായിട്ടൊരു അറിയിപ്പ് നമുക്കിനി ലഭിക്കണമെന്നില്ല. അപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്ന മുൻപ് നിശ്ചയിച്ച ഡേറ്റ്, അതായത് മാർച്ച് മാസം 25, 2-ാം ഗഡു മാർച്ച് മാസം 31. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.